നമ്മൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. സുനിൽകുമാറായാലും സുരേഷ് ഗോപി ആയാലും മുരളീധരനായാലും നമ്മളുടെ മക്കളെ പോലെയാണ് നമ്മൾ അവരെ കണ്ടിരിക്കുന്നത്. അമ്മ നമസ്കാരം. തൃശ്ശൂർ എത്ര വർഷമായി കൈ നോക്കാനൊക്കെ തുടങ്ങിയിട്ട്? 18 വർഷം. 18 വർഷമായില്ലേ? പേര്? വിജയമ്മ. ഇലക്ഷനാണല്ലോ വരുന്നത്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്നുള്ളത്. നമുക്ക് ഏത് പാർട്ടി എന്ത് പാർട്ടി എന്നുള്ളതല്ല, ആര് ജയിച്ചാലും എന്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ് കൂടുതൽ ചോദ്യങ്ങൾ. അപ്പോൾ ജനങ്ങളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇലക്ഷന് നിൽക്കുമ്പോൾ ആര് ജയിക്കുമെന്നുള്ളതാണ്. അപ്പം അമ്മയൊക്കെ കൈ നോക്കുന്നവരാണല്ലോ, പ്രവചിക്കുന്നവരാണല്ലോ, സത്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ തവണത്തെ ഇലക്ഷനെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ആര് വിജയിച്ചാലും തോറ്റാലും നമ്മളുടെ കഷ്ടപ്പാട് നമ്മളുടെ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ വഹിച്ചുകൊണ്ട് നടക്കണം. പക്ഷേ ഈ തവണ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും എന്നൊരഭിപ്രായം മനസ്സിൽ തോന്നുന്നുണ്ട്. പറയാൻ കാരണം ഒരു മാറ്റം നമുക്ക് വരണമല്ലോ. അത് സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. അതിൻ്റെ പേരിൽ പറയാണ്. നമ്മളുടെ ഇലക്ഷൻ എല്ലാ പാർട്ടികളും ജയിച്ചാലും ആര് തോറ്റാലും ആര് ജയിച്ചാലും നമ്മൾ അധ്വാനിക്കണം, കഷ്ടപ്പാട് ചെയ്യണം. നമ്മൾക്ക് അനുകൂലമായിട്ട് ആരും കാണുന്നില്ല. പക്ഷേ ഈ കൊല്ലം തൃശ്ശൂരിലൊരു മാറ്റം വരണത് സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരും എന്നൊരു പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആര് ജയിച്ചാലും, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും അല്ലെങ്കിൽ BJP ഇതുവരെ നമ്മുടെ കേരളത്തിൽ വിജയിച്ച് നമ്മൾ ഒരു പരിപാടിക്ക് നമ്മൾ ജയിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇന്ന് വരെ BJP നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ്സാണ് മന്ത്രിമാരായിട്ട് നിന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മുഖ്യമന്ത്രി ആയിട്ട് ആരെങ്കിലും BJP നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഗുണദോഷങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരാണ് എന്താണ് ചെയ്യുക എന്നുള്ളത് ആണ് മനസ്സിലാക്കണത്. അപ്പോൾ ഒരു മാറ്റം വരണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നു. പക്ഷേ ഞാൻ ആർക്കും പാർട്ടിപരമായിട്ട് ആർക്കൊരു വ്യക്തിയല്ല. എല്ലാവർക്കും ഒരുപോലെ, കമ്മ്യൂണിസ്റ്റായാലും കോൺഗ്രസ് ആയാലും എല്ലാ പാർട്ടിയും ഒരുപോലെ ഞാൻ കാണുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത് ഒരു മാറ്റം വന്നാൽ നല്ലതാണ്.